എത്രയൊക്കെ മരുന്ന് കഴിച്ചിട്ടും എത്രയൊക്കെ സപ്ലിമെൻ്റ് എടുത്തിട്ടും എത്രയൊക്കെ വെയിൽ കൊണ്ടിട്ടും നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി കൂടുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. ഈ വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറവായി കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ടാബ്ലറ്റ്സ് പോയി എടുക്കുന്നു, എന്നിട്ടും വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കൂടുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വിറ്റാമിൻ ഡി ഒരു ആക്റ്റീവ് ഫോമിലേക്ക് മാറണമെങ്കിൽ നമ്മുടെ ലിവറിലെയും കിഡ്നിയിലെയും ഒരു മിനറൽസിൻ്റെ സഹായം അത്യാവശ്യമാണ്. അതിൻ്റെ പേരാണ് മാഗ്നീഷ്യം. ഈ മാഗ്നീഷ്യം ഇപ്പോൾ ഭൂരിഭാഗം ആളുകളിലും കുറവാണ് കാണിക്കുന്നത്. അപ്പോൾ മാഗ്നീഷ്യം റിച്ചായ ഫുഡ് നമ്മൾ കഴിക്കണം. ഇപ്പോൾ മാഗ്നീഷ്യം റിച്ചായ ഫുഡ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നട്ട്സ് ഒരുപാട് മാഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതിൽ തന്നെ ആൽമണ്ട്സ്, കാഷ്യൂസ്, പംകിൻ സീഡ്സ്, ഇതിലൊക്കെ മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ്, ബനാന ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് മാഗ്നീഷ്യം. പിന്നെ അവകാഡോ, അതിലും ഒരുപാട് മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീനിൽ, അതായത് ഫിഷിൽ, അയില, മത്തി എന്നിങ്ങനെയുള്ള മീനുകളിലും മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചച്ചീര, സ്പിനാച്ച്, പിന്നെ മുരിങ്ങ, ഇതിലൊക്കെ നല്ലോണം മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാഗ്നീഷ്യം റിച്ചായ ഫുഡ് കഴിക്കുന്നതോടുകൂടി നമ്മുടെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിയിൽ കാണുന്ന ഇതിൽ കുറവുള്ളതിന് പല മാറ്റങ്ങളും കാണാം.